അപ്പോൾ ഇതാണ് നമ്മുടെ കസ്റ്റമറുടെ മില്ല് വരുന്നത്. അപ്പൊ ചേട്ടാ ഇവിടെ നമ്മുടെ മിഷി ഹബ്ബിന്ന് ഡ്രയർ മാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ എത്ര നാൾ ഈ ഒരു സംരംഭം തുടങ്ങിയിട്ട്? ഇത് മില്ല് തുടങ്ങിയിട്ട് 4-5 വർഷമായി. ഡ്രയർ എടുത്തിട്ട് 2 വർഷം ആവുന്നുള്ളൂ. 2 വർഷം ആവുന്നുള്ളൂ അല്ലേ? 4-5 വർഷമായിട്ടുള്ള ഒരു മില്ലാണ്. 2 വർഷമായി നമ്മുടെ മിഷി ഹബ്ബിന്ന് ഡ്രയർ എടുത്തിട്ട്. അപ്പോ ഈ ഒരു മില്ലിൽ നിന്നുള്ളൊരു സംരംഭത്തിലേക്ക് എങ്ങനെയാണ് വന്നത്? അതായത് ഫുഡ് റിലേറ്റഡ് ബിസിനസ് താല്പര്യമുള്ള ബിസിനസ് ആയിരുന്നു. പിന്നെ അതൊന്നും എല്ലാ കാലത്തുള്ള ബിസിനസ് ആണല്ലോ. അപ്പൊ കുറച്ചുകൂടി നമ്മൾ ഡെയിലി യൂസർ സാധനങ്ങൾ നല്ല രീതിയിൽ നമ്മുടെ ആളുകൾക്ക് വൃത്തിയോട് കൊടുക്കുക, ഹൈജീനിക് കൊടുക്കുക എന്നുള്ള ആശയത്തിൽ നിന്നാണ് ആശയം വന്നത്. ഓ നമ്മൾ വീട്ടിലൊക്കെ അമ്മമാരൊക്കെ നല്ല വൃത്തിയിൽ മുളക് നമ്മൾ കഴുകി ഉണക്കി പൊടിപ്പിച്ച് കൊടുക്കുന്നത് പോലെ നമുക്ക് ഇവിടെ ലൊക്കാലിറ്റി കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ചേട്ടനോട് മില്ല് എന്നുള്ള സംഭവം തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ശുദ്ധമായിട്ടുള്ള നല്ല ഹൈജീനിക് ആയിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, ഒരു അടുക്കളയ്ക്ക് വേണ്ടിയുള്ള എല്ലാവിധ സ്പൈസസുകളും, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള അച്ചാറുകൾ, പലതരത്തിലുള്ള അച്ചാർ, അതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ മിഷി ഹബിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രയർ മാത്രമല്ല, ഒരു ഇതേപോലെ ഒരു ഫ്ലവർ മില്ല്, അതുപോലെ തന്നെ ഓയിൽ മില്ലിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ മെഷീൻസും നമ്മൾ മിഷി ഹബിൽ ചെയ്യുന്നുണ്ട്. ഇതുപോലെയുള്ള ഇവിടെ വരുന്ന പൾവറൈസറുകൾ, റോസ്റ്റർ മെഷീൻസ്, ഇതുപോലെയുള്ള എല്ലാ മെഷീൻസും നമ്മുടെ മിഷി ഹബിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് മെഷീൻസ് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ മിഷി ഹബിനെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്റ്റുള്ള നമ്പർ ഞാൻ വീഡിയോ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ മെഷീൻ വരുന്നത്. ഇതാണ് നമ്മുടെ മിഷി ഹബ് നിർത്തുന്നത്. നമ്മള് ഡ്രയർ മാത്രമാണ് ഇവിടെ ചേട്ടൻ എടുത്തിട്ടുള്ളത്. ഇതിപ്പോ ഇവിടെ കായ ഉണക്കാൻ വെച്ചേക്കാണ്, നമുക്കിവിടെ കാണാം. നേന്ത്രക്കായ അല്ലെ? നേന്ത്രക്കായ എരിഞ്ഞു ഉണക്കാനായിട്ട് വെച്ചേക്കാണ്. അപ്പൊ അതിന് കളറും സംഭവമൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാന്നുള്ളതാണ്. നല്ല കളറിൽ തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോ എത്ര സമയം എടുത്തിട്ടുണ്ടോ ഉണങ്ങാൻ? ഇപ്പൊ ഒരു 3 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ആയിരുന്നു. 3-3.5 മണിക്കൂർ ഏകദേശം അത്യാവശ്യം ഉണക്കായിട്ടുണ്ട്. ഇപ്പൊ 7 തട്ടിനെയാണല്ലോ ചേട്ടൻ എടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഷോറൂമിൽ വന്ന് കണ്ടിരുന്നോ മെഷീൻ? കണ്ടിരുന്നു അല്ലെ? അപ്പൊ നമുക്ക് ഈ ഒരു സൈസ് മാത്രമല്ല, അതിന്റെ ചെറുതും വലുതുമായിട്ടുള്ള പല സൈസിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു മെഷീൻ മാത്രമല്ല, പല മെഷീൻസ് നമ്മുടെ മിഷി ഹബിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതുപോലെ തന്നെ ഇതിലിപ്പോ ചേട്ടാ എന്തൊക്കെ ഉണക്കാറുണ്ട്? ഇതിലൊരു വിധപ്പെട്ട എല്ലാ ധാന്യങ്ങളും ചെയ്യാറുണ്ട്. മല്ലി, മുളക്, മഞ്ഞള്, റാജി, ഗോതമ്പ്, പിന്നെ ഇതുപോലെ പഴം ചെയ്യാറുണ്ട്. കൊണ്ടാട്ട ഐറ്റംസ്, പാവയ്ക്ക, അങ്ങനത്തെ ഇത് ചെയ്യാറുണ്ട്. മീറ്റ് അല്ലാത്ത ബാക്കി എല്ലാതും ചെയ്ത് നോക്കിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ എന്ത് സംഭവം ഉണക്കണം എന്നുണ്ടെങ്കിലും, നമ്മുടെ ഡ്രയർ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മിഷി ഹബിനെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്റ്റുള്ള നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്.